ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറാകും എന്താ സംഭവിച്ചെന്ന് എനിക്ക് സാറിനോട് തുറന്നു പറയണം. എന്നെ ചതിച്ചവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇങ്ങനെ തനിച്ചിവിടെ ഇരിക്കുന്നേ? അവിടെ എല്ലാരും ഉണ്ട്, അങ്ങോട്ട് വാ. വേണ്ടമേ. മാണിക്കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ടാണോ? അച്ഛനും ഞാനും കൂടി ഇപ്പൊ അത് തന്നെ പറയായിരുന്നു. ഇക്കണക്കിന് ആരെയാ വിശ്വസിക്കാൻ പറ്റുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ ഈശ്വര. മാണിക്കുഞ്ഞ് ജോലിക്കാരൻ മാത്രമായിരുന്നില്ലമ്മേ. എന്റെ എല്ലാ ചലനങ്ങളും അയാളുടെ കയ്യിലായിരുന്നു. ഒരു കാര്യത്തിലും അയാൾ ഇതുവരെ വീഴ്ച വരുത്തിയിട്ടില്ല. പിന്നെ എന്തിനയാൾ ഇങ്ങനൊരു പണി ചെയ്തെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിഞ്ഞൂടെ മോനെ, എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. എന്ത് ചതിയമ്മേ? ആഭരണപ്പെട്ടി കൊണ്ടുപോകുന്നത് നമ്മളെല്ലാരും കൃത്യമായിട്ട് കണ്ടതല്ലേ? ആ, എന്തായാലും മോൻ വന്നേ. വാ വാ ഇങ്ങോട്ട്. വല്ലാത്തൊരു കാര്യമായിപ്പോയി. ഈ കണക്കിന് ആരെയമ്മേ വിശ്വസിക്കുന്നേ? വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അവനെക്കുറിച്ച് പറയാൻ 100 നാവായിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു കലർപ്പും ഇല്ലാതെ അവനോട് പറയുമായിരുന്നു. അതിന് തന്ന കൂലിയാണ്. മാമനെ, അല്ല, കൂട്ടുകാരൻ കള്ളനായതിന് നീ എന്തിനാ നവീൻ മുറിയടിച്ചിട്ട് ചുമ്മാതിരിക്കുന്നത്? നവീനെ, ഇനിയെങ്കിലും ഓഫീസിലെ ജോലിക്കാരെ അവരർഹിക്കുന്ന സ്ഥലത്ത് നിർത്തണം. പ്രത്യേകിച്ചും വീട്ടിനകത്തേക്ക് ഒരാളെയും കയറ്റണ്ട. എത്രയോ പേര് വന്നിരിക്കുന്നു, എത്രയോ പേര് പോയിരിക്കുന്നു. പക്ഷെ വന്നപ്പോ മുതല് ആ കാഴ്ച കാണുന്നത് വരെ ഒരു സംശയം അവനെ കുറിച്ചുണ്ടായില്ല. അത് തന്നെ അയാൾക്ക് തോന്നിയ എളുപ്പം. ഇത്രയും വിശ്വാസം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോ ചതിക്ക എളുപ്പമല്ലേ? മാണിക്കുഞ്ഞിനെ മറന്നേക്ക് മോനെ. അങ്ങനെ ഒരാളെ ഇനി ഓർമ്മയിൽ പോലും വേണ്ട. നവീനെ, ആഭരണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടണം. അതിന്റെ വിലയല്ല, പൈതൃകമാണ് പ്രശ്നം. പോലീസിൽ വിളിച്ചിട്ട് ഒരു പരാതി കൊടുത്താ പോരെ? അവരിടിച്ചു പറയിപ്പിച്ചോളും അവനത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന്. തറവാടിനി ഒന്നടക്കം ചതിച്ചതിന് ശിക്ഷ കൊടുത്തേ പറ്റൂ. അതും കടുത്ത ശിക്ഷ. പൊയ്ക്കോട്ടെ നന്ദ, ഒന്നും ഉറങ്ങിയത് കൊണ്ടൊന്നും നേരം വെളുക്കില്ലല്ലോ. ആ കൊണ്ടുപോയ മുതല് കളരിക്കൽ തറവാട്ടിലെ പരമ്പരാഗതമായ ആഭരണങ്ങളാ. അത് തൊട്ടതിനുള്ള വേദന അവന് കിട്ടും, അക്കാര്യത്തിൽ സംശയിക്കണ്ട. ഇത്ര നേരമായിട്ട് സാറ് പോലും എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. ഹലോ അമ്മച്ചി, ഞാനിവിടെ നവീൻ സാറിന്റെ അടുത്ത് തന്നെയുണ്ട്. സാറ് കുറച്ച് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഇതുവരെ കഴിഞ്ഞില്ലെന്നേ. ഞാൻ വന്നോളാം. അമ്മച്ചി കിടന്നൂന്നേ. ആ,
സാറാകും. എന്താ സംഭവിച്ചെന്ന് എനിക്ക് സാറിനോട് തുറന്നു പറയണം. എന്നെ ചതിച്ചവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. നവീന് ഓഫീസിൽ പോവാറായില്ലേ? കുറച്ചു മുൻപ് ഞാൻ പോയി നോക്കുമ്പോ അവൻ തളർന്നിരിക്കുക. ഞാനും ഒന്നും സംസാരിക്കാൻ നിന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്തവനല്ലേ ചതിച്ചത്. അതിന്ന് കരകയറണമെങ്കിൽ സമയമെടുക്കും. മാണിക്കുഞ്ഞെ, ലേറ്റായി, പെട്ടെന്ന് വണ്ടി എടുക്ക്. ഇയാളിത് എവിടെ പോയി കിടക്കുക? വേഗം വാടോ. പറഞ്ഞു ശീലിച്ചോണ്ട് നേരം വെളുത്തപ്പം മുതല് ഞങ്ങളും അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു നഷ്ടായി ഇപ്പൊ അയാളുടെ പോക്ക്. നവീന്റെ കാര്യങ്ങൾ ഇനി ആകെ കുഴപ്പത്തിലാവുമല്ലോ. അല്ല, അതിന് നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര കുഴപ്പം? ഒരുത്തിന് ഇവിടുന്ന് കട്ടു, നമ്മൾ അവനെ ഇവിടുന്ന് പിടിച്ചു പുറത്താക്കി. പിന്നെ അവൻ അത് ചെയ്തിരുന്നു ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും അങ്ങനെ അല്ലല്ലോ നിർമ്മലേ. എങ്ങനല്ലെന്ന്? എന്റെ സുമിത്രേ, അവൻ ആരാ? അവൻ കാരണമാണോ നവീൻ ഇത്രയും വലിയ ഉയർച്ചയിലെത്തിയത്? കൊള്ളാവുന്ന ഒരു ഡ്രൈവറെ കണ്ടെത്തി നവീന്റെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും അവൻ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞത് വലിയ കാര്യായിപ്പോയി. അല്ലെങ്കിലേ കളരിക്കൽ തറവാട് മൊത്തമായിട്ടേ സ്വന്തം കുടുംബത്തിൽ കൊണ്ടേ കുന്നുകൂട്ടിയേനെ.